ബ്രേവായിട്ട് ഡബ്ല്യുഡബ്ല്യുഇയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ടീമായിരുന്നു വൈറ്റ് സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്രേ വൈറ്റും അങ്കിൾ ഹൗഡിയും അതുപോലെ തന്നെ ബാക്കി 4 ക്യാരക്ടേഴ്സും ഇവർ 6 പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ ഫാക്ഷൻ. അതുതന്നെയായിരുന്നു ബ്രേ വൈറ്റിൻ്റെ ഏറ്റവും വലിയ സ്റ്റോറി ലൈൻ. ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് പതിയെയായിരുന്നു ബ്രേ വൈറ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പേ കാലം അദ്ദേഹത്തിന് കരുതി വെച്ചത് മറ്റൊരു കാര്യമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് വൈറ്റ് സിക്സ് ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡെബ്യൂ ചെയ്തിരിക്കുകയാണ്. വെറും ഡെബ്യൂ അല്ല, ഡബ്ല്യുഡബ്ല്യുഇയുടെ എല്ലാവിധ പ്രൊഡക്ഷൻ ഹൗസുകളും പൊളിച്ചുകൊണ്ടുള്ള ഒരു വരവ് തന്നെയായിരുന്നു. തങ്ങളുടെ വരവ് എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വരവ് തന്നെയായിരുന്നു വൈറ്റ് സിക്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് സിക്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ആ ടീമിൻ്റെ പേരും ആ ടീം അറ്റാക്ക് ചെയ്ത വലിയ പ്രമുഖരായിട്ടുള്ള റെസ്ലേഴ്സും ഇവരുടെ ചെറിയൊരു കഥയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ വൈറ്റ് സിക്സ് അടുത്ത ആഴ്ച ആരെയായിരിക്കും ഉന്നം വെക്കുക, അടുത്ത ആഴ്ച അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരെയായിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് സിക്സിൻ്റെ ആദ്യത്തെ എതിരാളി ആരായിരിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കാര്യങ്ങളുടെ എല്ലാം തന്നെ തുടക്കം ബ്രേ വൈറ്റിൻ്റെ കരിയറിൽ നിന്ന് തന്നെയായിരുന്നു. ബ്രേ വൈറ്റ് ഫിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ കൊണ്ട് ഡബ്ല്യുഡബ്ല്യുഇയിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും തന്നെയായിരുന്നു ഫിയൻറ്റ് ബ്രേ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്രേ വൈറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഡബ്ല്യുഡബ്ല്യുഇയിലെ മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അങ്കിൾ ഹൗഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാരക്ടറുമായിട്ട് ബ്രേ വൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈൻ. 2023 റോയൽ റംബിളിൽ ബ്രേ വൈറ്റ് വേഴ്സസ് LA നൈറ്റ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു പിച്ച് ബ്ലാക്ക് മാച്ച് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന് ശേഷം അങ്കിൾ ഹൗഡി വന്നുകൊണ്ട് ബ്രേ വൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം അങ്കിൾ ഹൗഡിയും ബ്രേ വൈറ്റും കൂടി ബോബി ലാഷ്ലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. റെസ്ൽമേനിയ 39 ബോബി ലാഷ്ലി വേഴ്സസ് ബ്രേ വൈറ്റ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു ബ്രേ വൈറ്റിന് നല്ല വയ്യായിക വരികയും അദ്ദേഹം ഡബ്ല്യുഡബ്ല്യുഇയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് 24 2023 ബ്രേ വൈറ്റ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഏകദേശം 1 വർഷം ആവാനാകുമ്പോഴേക്കും ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് വീണ്ടും ആ ഒരു ടീം എത്തിയിരിക്കുകയാണ്. വൈറ്റ് സിക്സ് 6 പേരടങ്ങുന്ന ടീമാണ്. അതിലിപ്പോൾ 5 പേരാണ് വന്നിട്ടുള്ളത്. 6ാമതായിട്ടുള്ളത് നമ്മുടെ ബ്രേ വൈറ്റ് തന്നെയായിരിക്കും. ബ്രേ വൈറ്റിന് വേണ്ടി ഒഴിച്ചിട്ട ഒരു സ്പേസ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ ആരൊക്കെയാണുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ അങ്കിൾ ഹൗഡി ആയിട്ടുള്ളത് ബോ ഡല്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേ വൈറ്റിൻ്റെ സ്വന്തം അനിയൻ, ജോ ഗേസി, ഡെക്സ്റ്റർ ലൂമിസ്, എറിക് റോവൻ, നിക്കി ക്രോസ് എന്നിവരെല്ലാവരും തന്നെയായിരിക്കും ഈ ഒരു ടീമിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന മെയിൻ ഇവൻറ്റിന് ശേഷമായിരുന്നു ബ്രേ വൈറ്റിൻ്റെ വരവ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അങ്കിൾ ഹൗഡി വന്നിട്ടുണ്ടായിരുന്നത്. അങ്കിൾ ഹൗഡി നേരിട്ട് ടീമായിട്ട് വന്നതല്ലായിരുന്നു, ഓരോരോ ക്യാരക്ടറിനെയും കാണിച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബാക്ക് സ്റ്റേജിലേക്ക് ക്യാമറയും കൊണ്ട് ക്യാമറമാൻ പോയ സമയത്ത് ഓരോരോ റെസ്ലേഴ്സിനെയായിട്ട് ഓരോരോ പ്രൊഡക്ഷൻ ടീമിനെയായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വൈറ്റ് സിക്സ് ടീമിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും അവസാനം അങ്കിൾ ഹൗഡിയെ കാണിക്കുകയുണ്ടായി. അങ്കിൾ ഹൗഡിയുടെ അടുത്തായിരുന്നു നമ്മുടെ സ്വന്തം ചാഡ് ഗേബിളിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ചാഡ് ഗേബിളിൻ്റെ തലയ്ക്ക് ഒരു വെടി കൊണ്ടതുപോലെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതൊന്നും തന്നെ നമുക്കറിയില്ല. അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡ് വരെ മിക്കവാറും നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നറിയാൻ. പക്ഷേ ഒരുപാട് റെസ്ലേഴ്സിൻ്റെ പേര് വൈറ്റ് സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടീം അറ്റാക്ക് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതും ചാഡ് ഗേബിളിനെയാണ്. എന്നാൽ വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് റെസ്ലേഴ്സിൻ്റെ പേരുകൾ കേൾക്കുന്നുണ്ട്. അതിൽ ഗന്ധറിൻ്റെ പേരുമുണ്ട്. ഗന്ധറിനെ അറ്റാക്ക് ചെയ്തിട്ടതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഇപ്പോൾ ഇൻ്റർനെറ്റിലെല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ എച്ചിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പിന്നീട് സെത്ത് റോളിൻസിനെയും കോഡി റോഡ്സിനെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്ര പേരെയാണ് അറ്റാക്ക് ചെയ്തത്, ഏതൊക്കെ റെസ്ലേഴ്സിനെയാണ് അറ്റാക്ക് ചെയ്തത്, അറ്റാക്ക് ചെയ്തതിനു ശേഷം ആ റെസ്ലേഴ്സിൻ്റെ ഭാവി ഇനി എന്തായിരിക്കും, ആ റെസ്ലേഴ്സ് ഇനി ഏത് രീതിയിലായിരിക്കും പെരുമാറുക, അവർക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ, ഇതൊന്നും തന്നെ നമുക്കറിയില്ല. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. ബ്രേ വൈറ്റിന് ശേഷം ഏറ്റവും മികച്ച ഒരു ഡാർക്ക് ഫാക്ഷനായിട്ട്, ഏറ്റവും മികച്ച ഒരു ഡാർക്ക് സ്റ്റോറി ലൈനായിട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇതേ രീതിയിൽ ഡബ്ല്യുഡബ്ല്യുഇയിലെ എല്ലാവിധ സ്റ്റാഫുകളെയും എല്ലാവിധ റെസ്ലേഴ്സിനെയും അടിച്ച് ഒതുക്കുന്ന ഒരു ടീമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും ഡബ്ല്യുഡബ്ല്യുഇ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സൂചനകൾ നൽകുന്ന സ്റ്റോറി ലൈനുകളിൽ നിന്നും മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് നൽകുന്ന നമ്മുടെ അണ്ടർടേക്കറിൻ്റെ എല്ലാം തന്നെ സ്റ്റോറി ലൈൻ പോലെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കഥകൾ നൽകുന്ന ഒരു ഡാർക്ക് ക്യാരക്ടറായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അങ്കിൾ ഹൗഡി എന്തായാലും ഹിറ്റാകുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ബ്രേ വൈറ്റിന് ഒരു ട്രിബ്യൂട്ടും കൂടിയായിട്ട് ആ ഒരു
ടീം WWE വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഫാൻസുകൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുമെന്നുള്ളത് 100% ഞാൻ ഉറപ്പ് നൽകുന്നു. എന്തായാലും അടുത്ത ആഴ്ചയിൽ റോ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും ഇനി നടക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് 6 എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൽ എന്തൊക്കെയായിരിക്കും കാണാൻ വേണ്ടി പോവുക എന്നുള്ളത്. ഈ ഒരു ടീമിൻ്റെ പേരും കൂടി ഒഫീഷ്യലായിട്ട് റിവീലായിട്ടുണ്ട്. വൈറ്റ് 6 എന്നാണ് ഈ ഒരു ടീമിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 6 എന്നുള്ളത് 6 എന്നല്ല, SICKS 6 എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് 6ൻ്റെ ആദ്യത്തെ ശത്രു, ആദ്യത്തെ എതിരാളി ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.